വേൾഡ് ഹിസ്റ്ററിയുടെ സിലബസിൽ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ഗ്രൂപ്പിംഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബിംസ്റ്റെക്കിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പോൾ ബിംസ്റ്റെക് എന്ന് പറയുന്ന ഈ ഒരു ബോഡി എന്ന് പറയുന്നത് ഇതിൻ്റെ ഫുൾ ഫോം നമുക്ക് ആദ്യം നോക്കാം. ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ്, ബേ ഓഫ് ബംഗാൾ ഇനീഷ്യേറ്റീവ് ഫോർ multi-sectoral technical and economic cooperation. Okay, economic cooperation. Bay of Bengal Initiative for multi-sectoral technical and economic cooperation എന്നാണ് BIMSTEC എന്ന് പറയുന്ന ഈ ഒരു ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഈ ഒരു ഓർഗനൈസേഷനിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിംഗ്സിൽ വരുന്ന രാജ്യങ്ങളെന്ന് പറയുന്നത് സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളുമുണ്ട്. ഓക്കെ, സൗത്ത് ഏഷ്യയിലെ രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ രാജ്യങ്ങളുണ്ട്. അതായത് നമ്മളുടെ ബേ ഓഫ് ബംഗാളിന് ചുറ്റും കിടക്കുന്ന അതിൻ്റെ ലിറ്ററൽ സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്ജസൻസ് ഏരിയാസിലൊക്കെ കിടക്കുന്ന രാജ്യങ്ങളാണെന്ത് ഈ ഒരു ബിംസ്റ്റെക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. പ്രധാനമായിട്ടും 7 മെമ്പേഴ്സാണുള്ളത്. 7 മെമ്പേഴ്സ് എന്ന് പറയുന്നത് 5 എണ്ണം സൗത്ത് ഏഷ്യയിൽ നിന്നും 2 എണ്ണം എന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ നിന്നുമാണ് വരുന്നത്. ഏതെല്ലാമാണ് ആ 7 മെമ്പേഴ്സ് നമുക്ക് നോക്കാം. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ, ശ്രീലങ്ക, മ്യാൻമാർ ആൻഡ് തായ്ലൻഡ്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ 7 മെമ്പർ നേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫോം ചെയ്തതെന്ന് പറയുന്നത് 1997 ഇത് ഫോം ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഡിക്ലറേഷനാണ് ബാങ്കോക്ക് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിയാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആസിയാൻ ഡിക്ലറേഷൻ അഥവാ ബാങ്കോക്ക് ഡിക്ലറേഷൻ. അത് 1967 ആയിരുന്നു. ഇതെന്ന് പറയുന്നത് 1997 ആണ്. ആ ഒരു വർഷത്തിലെ ഡിഫറൻസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് ഈ ഒരു ബിംസ്റ്റെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പറയുന്നത് ധാക്കയിലാണ് കേട്ടോ. ധാക്കയിലാണ്, അത് ബംഗ്ലാദേശ്. ഓക്കെ, ബംഗ്ലാദേശിലെ ധാക്കയിലാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് 1997 1997 ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിൽ എന്ന് പറയുമ്പോഴേക്കും 5 രാജ്യങ്ങളാണ് ഉണ്ടായിരുന്നുള്ളൂ. ആ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒപ്പം അതുപോലെ ഇന്ത്യ, ദെൻ ശ്രീലങ്ക, അതുപോലെ തായ്ലൻഡ്. ഇവർ ഇത്രയും പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു. ഇത് ബിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആദ്യം എന്ന് പറയുന്നത്. പിന്നീട് 2004 എന്ത് ചെയ്യുന്നത് മറ്റ് രാജ്യങ്ങൾ കൂടി വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണത് ബിംസ്റ്റെക് ആയിട്ട് മാറുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ബിംസ്റ്റെക് വഴിയിട്ട് സൗത്ത് ഏഷ്യയും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയുമായിട്ടുള്ള കോപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും നമ്മൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള കോപ്പറേഷൻ എന്ന് പറയുന്നത് ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ട്രേഡ്, അതുപോലെ തന്നെ ടെക്നോളജി, ദെൻ എനർജി, ട്രാൻസ്പോർട്ട്, ടൂറിസം, ഫിഷറീസ് ആൻഡ് അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ കൗണ്ടർ ടെററിസം, അതുപോലെ തന്നെ ക്രൈംസ്, ട്രാൻസ്നേഷണൽ ക്രൈംസ് ഒക്കെ തടയുക തുടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാമാണ് ഇവരുടെ ഒരു ഫീൽഡ് ഓഫ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ബിംസ്റ്റെക് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു 2-3 കണക്ടിവിറ്റി പ്രൊജക്റ്റുകൾ, ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുമ്പോൾ കണക്ടിവിറ്റി പ്രൊജക്റ്റുകൾ കുറച്ച് 2-3 എണ്ണം ഇപ്പോൾ ഡിസ്കഷൻസിലുണ്ട്. അപ്പോൾ കണക്ടിവിറ്റി പ്രൊജക്ട്സ് ഏതെല്ലാമാണ് എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഒന്ന് പറയുന്നത് കലദാൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് ആണ് കേട്ടോ. കലദാൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് ഇതെന്താണ് ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ കലദാൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും മ്യാൻമാറിനെയും തമ്മിൽ ലിങ്ക് ചെയ്യാൻ കേട്ടോ. ഇന്ത്യയും മ്യാൻമാറിനെയും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണ് കലദാൻ മൾട്ടി മോഡൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നെക്സ്റ്റ് കംസ് ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ കേട്ടോ. ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ ആണ്. ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ എന്ന് പറയുന്നത് എന്താ പറയുക, ഇന്ത്യയും തായ്ലൻഡിനെയും തമ്മിൽ കണക്ട് ചെയ്യാനാണ് ത്രൂ മ്യാൻമാർ. ഇന്ത്യയും തായ്ലൻഡിനെ തമ്മിൽ കണക്ട് ചെയ്യുക ത്രൂ മ്യാൻമാർ. ഇതാണ് ഏഷ്യൻ ട്രൈലാറ്ററൽ ഹൈവേ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ അടുത്തൊരു കണക്ടിവിറ്റി പ്രൊജക്റ്റാണ് ബംഗ്ലാദേശ്, അതുപോലെ ഭൂട്ടാൻ, ഇന്ത്യ, നേപ്പാൾ. ഓക്കെ, ഇത് അടങ്ങുന്ന BBIN എന്ന് പറയുന്ന മോട്ടോർ വെഹിക്കിൾസ് എഗ്രിമെൻറ്റ്. ഓക്കെ, ഇതും കൂടെ ഓർത്ത് വയ്ക്കാം.
ഇതാണ് 3 കണക്ടിവിറ്റി പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ ബിംസ്റ്റെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, സൗത്ത് ഏഷ്യനും അതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയും അവിടെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ഇത് ബിംസ്റ്റെക് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ആ ഒരു റീജിയനിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ലൈക്ക് കൗണ്ടർ ടെററിസം, അതുപോലെ തന്നെ ട്രാൻസ്നേഷണൽ ക്രൈംസ് തടയുക, ഫിഷറീസ് ആൻഡ് അഗ്രികൾച്ചർ, എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ തുടങ്ങിയിട്ടുള്ള പല മേഖലകൾ, വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള കോപ്പറേഷൻ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് എന്ത് ബിംസ്റ്റെക് എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് ഫോം ചെയ്ത്, അതുമായിട്ട് ബന്ധപ്പെട്ട കണക്ടിവിറ്റി പ്രോജക്ട്സ് ഏതൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഓക്കെ, മെമ്പർ നേഷൻസും ഓർത്ത് വയ്ക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ.